ഇഞ്ചി പൂത്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇത് ഗ്രോ ബാഗിൽ നട്ട് വളർത്തിരിക്കുന്ന ഇഞ്ചിയായത്. ഇഞ്ചി നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, അടുത്തുള്ള ഗ്രോ ബാഗിലും ഓൾമോസ്റ്റ് എല്ലാ ഗ്രോ ബാഗിലുള്ള ഇഞ്ചിയും പൂത്ത് വന്നേക്കുന്ന ഒരു അവസ്ഥയാണ്. ഇഞ്ചി ഗ്രോ ബാഗിൽ ആയിരിക്കുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ മണ്ണിൽ നമ്മൾ നട്ട് വളർത്തുമ്പോഴോ ഇത് പൂക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയുടെ ഉൽപ്പാദനം ഇതിൽ നന്നായിട്ടുണ്ട് എന്ന് കാണിച്ചു തരുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇഞ്ചി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. ഇനി ഇതിനകത്ത് ഉണ്ടാകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളർച്ചയിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഇനി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു ഇഞ്ചി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളമായിരുന്നു അന്ന് മണ്ണിട്ട് കൊടുത്തിരുന്നത്. മണ്ണും അതേപോലെ ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർന്ന പൊട്ടി മിക്സറായിരുന്നു നമ്മൾ നിറച്ചിരുന്നത്. ഇപ്പോൾ അതിനുശേഷം വീണ്ടും ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഇഞ്ചി ഇങ്ങനെ പുറത്തേക്ക് തെള്ളി വരുന്നൊരു അവസ്ഥയാണ്. അടുത്ത ഗ്രോ ബാഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നുണ്ട്. ഇഞ്ചി ഇങ്ങനെ പുറത്തോട്ട് തെള്ളി വരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇഞ്ചിക്ക് മണ്ണും അതേപോലെ ചാണകപ്പൊടിയും കൂടെ ചേർത്ത പോട്ടി മിക്സർ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് മണ്ണ് മാത്രം, നമ്മൾ മണ്ണിൽ നട്ടു വളർത്തുന്ന ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ മണ്ണ് മാത്രമായിരിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഇതിനകത്ത് ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗിലുണ്ടായിരിക്കുന്ന മണ്ണ് കട്ടിയാവത്തില്ല, അതേപോലെ നന്നായിട്ട് വായു സഞ്ചാരം ഉണ്ടാവും. ഇതിൽ കുറച്ച് ജലാംശമൊക്കെ ഈ ചാണകപ്പൊടി പിടിച്ചു നിർത്തും, നന്നായിട്ട് വളർന്നു വരുന്നൊരു അവസ്ഥയിലേക്ക് മാറും. ഞാൻ ഏറ്റവും കുറച്ച് ഇഞ്ചി നട്ട ഒരു ഗ്രോ ബാഗ് കാണിച്ചു തരാമേ. അതായത് 5 ഗ്രാം ഇഞ്ചി മാത്രം നട്ട ഒരു ഗ്രോ ബാഗായത്. അപ്പോൾ ഇതിനകത്ത് ആയിരിക്കുന്ന ഇഞ്ചിയും ഇതേപോലെ തന്നെ പുറത്തേക്ക് തെള്ളി വരുന്നൊരു രീതിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതേപോലെ പോട്ടി മിക്സർ നിറച്ച് കൊടുത്ത് ഇഞ്ചി നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം.